ഈ ദുരന്തം ഇപ്പോൾ ഒരു സൂചന മാത്രമാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കുപറ്റി. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും ഇവന്മാർക്ക് മൂക്ക് കയറിട്ടില്ലെങ്കിൽ. അപകടത്തിന്റെ ചില ദൃക്സാക്ഷികൾ പ്രതികരിക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ ജീവനേക്കാളോ ഒരു ദുരന്തത്തെക്കാൾ വലുതാണോ ഈ ഒരു ഇവന്റ്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ 12,000-ഓളം നർത്തകർ പങ്കെടുത്തൊരു മെഗാ ഭരതനാട്യം പരിപാടിയാണ് ഉണ്ടായിരുന്നത്. ഈവന്റ് മാനേജ്മെന്റുകളെ കുറിച്ചാണ്. ആവശ്യമായ സുരക്ഷ അവിടെ ഒരുക്കിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ അപാരമായ ബുദ്ധിയുള്ള ഈ മനുഷ്യന്മാരെ നമ്മൾ നമസ്കരിക്കണം കേട്ടോ. ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു, മറ്റു VIP ഉണ്ടായിരുന്നു. ഈവന്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശുണ്ടാക്കുക എന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരികുമാർ ഗോവിന്ദൻ. നമുക്കറിയാം, എറണാകുളത്ത് നടന്ന ഈ വൻ ദുരന്തം, അത് വൻ ദുരന്തം എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ ഇതുപോലെ പല ദുരന്തങ്ങളും ഇനി കേരളം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അതിന് ഉത്തരവാദി മറ്റാരും ആയിരിക്കില്ല, കേരളത്തിലെ ഈവൻറ്റ് മാനേജ്മെൻറ്റുകളായിരിക്കും. ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ട് പോലും എവിടെയും ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു വേർഡ്, അത് ഏത് കമ്പനിയാണ്, അവരെങ്ങനെയാണ് ഈ ബാരിക്കേഡുകൾ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സുരക്ഷ എന്തുമാത്രമുണ്ട്, ഇത് ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഇത് പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതൊന്നും നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നു, മറ്റ് VIP ഉണ്ടായിരുന്നു, ദുരന്തത്തിന് ഇരയായ നമ്മുടെ MLA പ്രിയങ്കര MLA ഉണ്ടായിരുന്നു. എത്രയോ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ഇത് കാണാനുണ്ട്, കാണികളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10,000 നർത്തകിമാരെ, 12,000 നർത്തകിമാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ അവരെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു, ഗിന്നസ് റെക്കോർഡ് നേടാൻ. ഈ ഒരു ദുരന്തം നടന്നിട്ട് പോലും അതിനെ ഒന്ന് മാന്യമായിട്ട് നിർത്തിവെക്കാനോ മറ്റൊരവസരത്തിലേക്ക് മാറ്റാനോ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ തയ്യാറായില്ല. സംഘാടകർ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. ഒരു മനുഷ്യൻ്റെ ജീവനേക്കാളോ ഒരു ദുരന്തത്തെക്കാൾ വലുതാണോ ഈ ഒരു ഇവൻറ്റ്? അത് നമ്മൾ ഓർത്തു നോക്കണം. ഞാനും ഒരു കലാകാരൻ തന്നെയാണ്. പക്ഷേ എനിക്കും ഒരു കല സൃഷ്ടി നമ്മൾ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അത് നടക്കാൻ പോകുന്ന ആ ഒരു സംഗതി നടക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വേഗത തന്നെ എനിക്കും മനസ്സിലാവും. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ച സ്ഥിതിക്ക് അതൊന്ന് മാന്യമായിട്ട് നമുക്ക് നിർത്തിവെക്കാമായിരുന്നു. അത് സംഭവിച്ചില്ല, അത് ചെയ്തില്ല ഉത്തരവാദിത്തപ്പെട്ടവർ, അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഈവൻറ്റ് മാനേജ്മെൻറ്റുകളെ കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങുക. എനിക്ക് തോന്നുന്നത് ഒരു 8ഓളം ലൈസൻസുകൾ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിന് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അവർക്ക് വേണ്ടതുണ്ട്. ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരൊറ്റ ഈവൻറ്റ് മാനേജ്മെൻറ്റിനും ഒരു ലൈസൻസും ഇല്ല. ഒരു സർക്കാർ സംവിധാനങ്ങളുടെയും നിയന്ത്രണത്തിലില്ലാത്ത ഏജൻസികളാണ് ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റുകളെന്ന് നമ്മൾ ഓർക്കണം. ഒരു വിവാഹം വന്നാൽ, സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ, ഇവിടെ എല്ലാം ഇവർ കമ്മീഷനും കൊടുത്ത് കടന്നു ചെല്ലുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ സ്റ്റേജിൽ തന്നെ അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് VIP ഇരിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗാലറി 20 അടി ഉയരമുണ്ട്. ആ 20 അടി ഉയരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സൈഡിലേക്ക് ഒന്ന് ബാലൻസ് തെറ്റി അവർ താഴേക്ക് വീണാൽ അവർക്ക് പിടിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞാൽ അവർക്കൊന്ന് പിടിക്കാൻ അവിടെ കൊടുത്തിരുന്ന ഒരു റിബണാണ്. എത്ര ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അപാരമായ ബുദ്ധിയുള്ള ഈ മനുഷ്യന്മാരെ നമ്മൾ നമസ്കരിക്കണം കേട്ടോ. കോടികൾ 8-10 കോടിയാണെന്ന് കേട്ടു ഇതിൻ്റെ മറവിൽ ഇവരുണ്ടാക്കിയത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ്? തമിഴ്നാടിൻ്റെ ഒരു റെക്കോർഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കവച്ചു വെച്ച് കേരളത്തിന് മുകളിൽ കയറാനാണ് തത്ത്. അതൊന്നും നമുക്കൊരു വിഷയമല്ല, നിങ്ങൾ കയറിക്കോളൂ, എത്ര റെക്കോർഡ് വേണമെങ്കിലും ഇട്ടോളൂ. പക്ഷേ ഇവിടെ ഒരു ദുരന്തം നടന്നു, ബഹുമാനപ്പെട്ട MLAക്ക് ഇത്രയും ഒരു പരിക്ക് പറ്റി. MLA മാത്രമല്ല, ഇവിടെ ഏതൊരു സാധാരണക്കാരന് പരിക്ക് പറ്റിയാലും, ഏതൊരു സാധാരണ മനുഷ്യജീവിയുടെ ജീവൻ നഷ്ടപ്പെട്ടാലും എല്ലാം മനുഷ്യജീവൻ തന്നെയാണ്. അതിനൊന്നും ഞാൻ വലിപ്പച്ചെറുപ്പം കാണുന്നില്ല. പക്ഷേ അവിടെ എല്ലാം നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. ഇത്
ഏതൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റാണോ ഏറ്റെടുത്തിരിക്കുന്നത്, ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പോലീസ് പരിശോധന നിർബന്ധമായിട്ടും ആവശ്യമായിരുന്നു. അതിൻ്റെ സുരക്ഷ എന്തുമാത്രം ഉണ്ട്, അവർ കൊടുത്തിരിക്കുന്ന ആ ഗാലറിക്ക് എന്തുമാത്രം സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് അവിടെ നോക്കേണ്ടതായിരുന്നു. അത് ബന്ധപ്പെട്ടവർ പരിശോധിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ വീഴ്ച തന്നെയാണ്. ഈവൻറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശുണ്ടാക്കുക എന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇവന്മാർ ചെയ്തു വച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇവരുടെ കൊള്ള ലാഭം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു മേഖലയാണ് വിവാഹ കമ്പോളം. ഇന്ന് അവിടേക്ക് കടന്നു ചെന്നിട്ട് ഇവന്മാർ ചെയ്തു വയ്ക്കുന്ന പരിപാടികളെന്ന് വെച്ചാൽ ഒരു 7-8 ലക്ഷം രൂപയ്ക്ക് ഒരു വർക്ക് എടുക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന കല്യാണങ്ങളുണ്ടാവും, കോടികൾക്കപ്പുറത്ത് പോകുന്ന കല്യാണങ്ങളുണ്ടാവും. ഇവിടെ എല്ലാം ലാഭം കൊയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഇവർക്കുണ്ടാവൂ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നിയന്ത്രിക്കാൻ ഒരു അതോറിറ്റിയും ഇവിടെ ഇല്ല. അംഗീകൃത ഈവൻറ്റ് മാനേജ്മെൻറ്റുകളെ ഞാൻ കുറ്റം പറയുന്നില്ല. അവരിൽ തെറ്റുണ്ടെങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങളുണ്ട്, അവർ കണ്ടുപിടിക്കും, അതിന് വേണ്ടപ്പെട്ട പിഴ ഈടാക്കും. പക്ഷേ അനധികൃതമായി പ്രവർത്തിക്കുന്ന അവരെ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ തെറ്റ് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്, ഈ ദുരന്തം ഇപ്പോൾ ഒരു സൂചന മാത്രമാണ്. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും ഇവന്മാർക്ക് മൂക്ക് കയറിട്ടില്ലെങ്കിൽ. കാരണം ഇപ്പോൾ തന്നെ പാവപ്പെട്ട സ്റ്റുഡിയോകളുടെ കാര്യം എടുക്കാം. ഒരൊറ്റ സ്റ്റുഡിയോക്കാരന് കല്യാണ വർക്കില്ല. കേരളത്തിൽ ഒരൊറ്റ ഫോട്ടോഗ്രാഫർക്ക് നേരിട്ട് വർക്ക് ചെയ്യുന്നില്ല. എല്ലാ ഈവൻറ്റ് ബ്ലോക്ക് ചെയ്യാണ്. സ്റ്റുഡിയോകളുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ STD ബൂത്തിൻ്റെ അവസ്ഥയായിരിക്കും. മഷിയിട്ട് അരിച്ചാൽ പോലും ഒരെണ്ണം കാണില്ല. ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ ഒരു ഫോട്ടോ എൻലാർജ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ, മറ്റൊരു കാര്യം, ഒരു ഒഫീഷ്യൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിസയുടെയോ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള ഡോക്യുമെൻസിൻ്റെ ആവശ്യം, ഇതിനൊക്കെ ഒരു ഫോട്ടോയുടെ ആവശ്യം വന്നാൽ നമ്മൾ ഓടിച്ചെല്ലുന്ന നാട്ടിലെ ഒരു സ്റ്റുഡിയോയിലേക്കാണ്. അന്ന് ഈ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരനും കാണില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാനൊരു വീട് വെച്ചു. ഞാൻ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഏൽപ്പിച്ചു. അയാൾ ഒരു വീട് പണിയെല്ലാം പൂർത്തിയാക്കി അവനവൻ്റെ പാട് നോക്കിപ്പോയി. വീട്ടിലെ ചെറിയ മെയിൻ്റനൻസിന് ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ നാട്ടിലെ ഒരൊറ്റ ചെറിയ സാധാരണക്കാരെയും നോക്കിയിട്ട് അവനൊന്നും വരുന്നില്ല. കാരണം എന്താ? മറ്റേ വലിയ പാർട്ടിക്ക് അത് കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കൊടുക്കുന്നവരും കൂടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിൽ നമ്മളറിയുന്ന കുറേ ഫോട്ടോഗ്രാഫേഴ്സും സംഘാടകരും ഒക്കെ ഉണ്ടാവും. അവരെ നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ആവശ്യപ്പെട്ട നമുക്ക് ആവശ്യമുള്ള ജോലികൾ അവരെ ഏൽപ്പിച്ചാൽ അവർ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നാളെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവർ വരികയും ചെയ്യും. കാരണം അവർക്കെന്നും നമ്മളെ കാണാനുള്ളതാണ്, നമുക്ക് അവരെയും കാണാനുള്ളതാണ്. ഒരിക്കലും നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത ഒരുത്തനെയും വിളിച്ച് നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മളെ ഏൽപ്പിക്കരുത്. അത് ഏൽപ്പിച്ചാലുള്ള അപകടവും വളരെ വലുതാണ്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്തെ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് തന്നെ. പക്ഷേ ഇതിനി ഏതെങ്കിലും ഒരു വിവാഹ കമ്പോളത്തിൽ, ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ, ഫുഡ് പോയ്സണിലൂടെ, മറ്റെന്തെങ്കിലും ഒരു ദുരന്തത്തിലൂടെ കേരളം അതിന് മദ്യദുരന്തം പോലെ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ മാത്രമേ കേരളം ഉണരുള്ളൂ എങ്കിൽ നിങ്ങളൊന്ന് ചെവിയിൽ നുള്ളിക്കോളൂ. അത് കേൾക്കാൻ നിങ്ങൾ കാത്തിരുന്നോളൂ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ അന്ന് ഓർത്തിരിക്കും. ഓർക്കുക. നന്ദി, നമസ്കാരം.